ഹലോ എവ്രി വൺ, ഇന്ന് ഉച്ചലത്തെ ലഞ്ച് മെനു ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക കൊണ്ടുള്ള പുളിയാണ്. അതിലിപ്പോൾ ഒരു 3 ചെറിയ ഉള്ളി, ഒരു വെളുത്തുള്ളി, ഒരു 1/4 സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറുത്ത ശേഷം ഒരു 1/4 ടീസ്പൂൺ ടേമറിക് പൗഡർ, 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, 2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ. എരിവ് നമ്മുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം. പൊടിയൊക്കെ മൂത്ത് അതിൻ്റെ പച്ചമണം പോയ ശേഷം ഇതിലേക്ക് നമുക്ക് നാളികേരം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 പിടി നാളികേരമാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, ആ നാളികേരത്തിൻ്റെ ആ വെള്ളമയമൊക്കെ പോകുന്നത് വരെ. എന്നതിന് ശേഷം ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 1 ടീസ്പൂൺ നമ്മുടെ പൊട്ടുകടലയാണ്. അപ്പോൾ പൊട്ടുകടലയും ആഡ് ചെയ്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുത്ത ശേഷം നല്ല പേസ്റ്റായിട്ട് അങ്ങനെ അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അതിനിടയ്ക്ക് പായസവും ഉണ്ടാക്കി ഞാൻ. നമ്മുടെ ഗോതമ്പ് പായസമാണ്. അത് ഞാൻ കുക്കറിൽ വേവിച്ചിരുന്നു, പാലിട്ടാണ് വേവിച്ചിരിക്കുന്നത്. ശർക്കരയും ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ പാവയ്ക്കപ്പുളി ഉണ്ടാക്കാനായിട്ട് കടുക് പൊട്ടിച്ചു, ചുവന്ന മുളക്, കരിവേപ്പിലൊക്കെ ഇട്ടു. പാവയ്ക്ക നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ഒരു ചെറിയ പാവയ്ക്ക ആദ്യമായിട്ട് വന്നത്. അപ്പോൾ അത് പഴുക്കുകയും ചെയ്തു. അപ്പോൾ അതൊന്ന് ചെറുതാണ്. അപ്പോൾ അത് കാരണം ഉള്ളി ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പുളി ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ പുളി പിഴിഞ്ഞ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ അരപ്പ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ കോക്കനട്ട് പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് വെള്ളവും ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല, ഇനി നമുക്ക് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം. പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചി തൈരാണ്. അതിനൊരു പച്ചമുളക്, വലിയ പച്ചമുളകാണ്, പിന്നെ ഒരു ഇഞ്ചിയുടെ വലിയൊരു പീസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 3 ഹാൻഡ്ഫുൾ ആയിട്ടുള്ള നാളികേരം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തൈര് ആഡ് ചെയ്ത് കൊടുത്തു. ആദ്യം ഞാൻ 2 സ്പൂണാണ് ആഡ് ചെയ്തത്. പിന്നെ അരയ്ക്കുന്നതിനനുസരിച്ചിട്ട് തൈര് ആഡ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് ജീരകം, പിന്നെ ഉപ്പ്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കൂട്ടാൻ എന്താ നന്നായിട്ട് അങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ജാഗ്രിയും ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ കൂട്ടാൻ റെഡിയായി. ഇത് പായസത്തിന് നാളികേരക്കൊത്ത് നെയ്യിൽ വറുത്ത് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഗോതമ്പ് പായസവും റെഡിയായിട്ടുണ്ട്. വെരി ഈസി, ടേസ്റ്റി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി പായസം, ഗോതമ്പ് പായസം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി തൈര് വറവ്, കടുകും ചുവന്ന മുളകും കരിവേപ്പിലയും അതും റെഡിയായി. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തു. എന്നതിന് ശേഷം പപ്പടവും കാച്ചി. അപ്പോൾ ഇന്ന് ഉച്ച ഊണിന് ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. നമ്മുടെ പാവയ്ക്കയും ചെറിയ ഉള്ളിയും കൂടിയിട്ടുള്ള പുളി, ഇഞ്ചി തൈര്, പായസം, പപ്പടം. അപ്പോൾ ഇതാണ് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാം നല്ല ടേസ്റ്റിയുമായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്കും എന്തായാലും ഇഷ്ടമാകും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.